നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ ആ ചടങ്ങ് നടന്നപ്പോൾ വേദിയിൽ കയറിയിരുന്നു, മുദ്രാവാക്യം വിളിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു ആ ചടങ്ങിലേക്ക്. ഇതൊക്കെ ഒരു അല്പത്തരമായി പോയെന്ന്, അല്ലെങ്കിൽ അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചത് മാന്യതയ്ക്ക് നിരക്കാത്തതായി പോയെന്ന് നിങ്ങളാരെങ്കിലും കരുതുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മുടെ മരുമകൻ മുഹമ്മദ് റിയാസ് അന്ന് സദസ്സിലിരുന്നുകൊണ്ട് വേദിയിലിരിക്കുന്ന ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ അത് കേട്ടപ്പം എനിക്ക് തോന്നിയത് അല്പത്തരമായി പോയി, വേണ്ടിയിരുന്നില്ല. എന്തിനാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ മാത്രം ഈ ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചത്? ഇത് വേണ്ടിയിരുന്നില്ല എന്നാണ് തോന്നിയത്. പക്ഷെ അത് കഴിഞ്ഞ് ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല, ഒത്തിരി ദിവസങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് കണ്ണൂരിൽ ഇതിൻ്റെ ഒരു ചെറിയ പതിപ്പ്, ഒരു മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം പോലെയുള്ള ഒരു ചടങ്ങൊന്നുമല്ല, എങ്കിലും ഒരു ടൂറിസം പ്രൊജക്റ്റിൻ്റെ ഉദ്ഘാടനം, മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം, അതിൻ്റെ ഉദ്ഘാടനം. ആ ചടങ്ങിൽ വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി പങ്കെടുത്തതുപോലെ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംബന്ധിക്കുന്നുണ്ട്. അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് കയറിയോടിരുന്നു. വിഴിഞ്ഞത്ത് നമ്മുടെ ചന്ദ്രശേഖരൻ സാർ ഇരുന്നതുപോലെ നമ്മുടെ രാകേഷ് സഖാവ് ഇവിടെ കയറിയിരുന്നു. ഇത് മാന്യതയ്ക്ക് നിരക്കുന്നതാണോ അതോ അല്പത്തമാണോ? ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. CPMന്റെ നേതാക്കൾ, അതായത് MV ഗോവിന്ദൻ മാർക്സ്, അതുപോലെ KK രാഗേഷ് തന്നെ, അദ്ദേഹമാണല്ലോ ഇതിലെ കഥാപാത്രം. അദ്ദേഹം എന്തെങ്കിലും പറയണമല്ലോ, ന്യായീകരിക്കണമല്ലോ. അദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് തോന്നുക. പക്ഷേ ഒന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ ചടങ്ങിൻ്റെ വലിപ്പവും ചെറുപ്പവും നോക്കണ്ട, സ്വഭാവം ഒന്ന് തന്നെയാണ്. അത് നോക്കുന്നുണ്ടേ രാകേഷ് സഖാവ് ചെയ്തത് ഒരു കുമ്മനടി ആയിരുന്നില്ലേ? രാജീവ് ചന്ദ്രശേഖരൻ്റേത് കുമ്മനടിയാണെങ്കിൽ ഇതൊരു ഒന്നാന്തരം കുമ്മനടി ആയിരുന്നില്ലേ എന്നാണ് നമ്മുടെ കേരളത്തിലെ സാധാരണ, പിണറായിയുടെ ഭാഷയെ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും തോന്നുക. ഈ മുഴുപ്പിലങ്ങാട് ധർമ്മടം ടൂറിസം പ്രൊജക്റ്റ്, അതിൻ്റെ പശ്ചാത്തലം ഒന്നുകൂടി വിവരിച്ചു പറഞ്ഞാൽ, നമ്മുടെ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ഉദ്ഘാടകൻ. ധർമ്മടം അദ്ദേഹത്തിൻ്റെ കൂടെ മണ്ഡലമാണല്ലോ. അവിടേക്ക് വരുമ്പോൾ നമ്മുടെ KK രാഗേഷ് സഖാവും കൂട്ടത്തിൽ വണ്ടിയെ കയറുന്നു, അല്ലെങ്കിൽ കൂട്ടത്തിൽ വരുന്നു. ഒരേ വണ്ടിയിലാണോ വന്നതെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഇനിയും അതിനകത്ത് വല്ല തെറ്റുണ്ടെങ്കിൽ അതേ കയറി സഹാക്കാരും പിടിക്കണ്ട. എങ്ങനെയാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഒപ്പം സ്ഥലത്തെത്തുക. അവിടെ ചെന്നപ്പോൾ നമ്മുടെ സംഘാടകർ, സ്വാഭാവികമായിട്ടും CPMനോടൊരു സ്വാധീനം കാണുമല്ലോ, ആ സംഘാടന സമിതിയിൽ DTPC ഒക്കെ അവരെയാണല്ലോ, ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, അവരൊക്കെയാണല്ലോ ഇത് സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് CPMന് ഭൂരിപക്ഷമുള്ളൊരു സ്ഥലമായിരിക്കും, പ്രത്യേകിച്ച് മുഴുപ്പിലങ്ങാട്ട് ധർമ്മടം ഒക്കെ ആകുമ്പോൾ. അവർ പറഞ്ഞു, സഖാവ് കൂടെ കയറി ഇരുന്നാട്ട്, സഖാവ് ഒരു മുൻ MP ആണല്ലോ, ഇരുന്നാട്ട് കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹം അങ്ങ് കയറിയിരുന്നു. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. ഇത് തന്നെ അല്ലയോ നമ്മുടെ വിഴിഞ്ഞത്ത് നടന്നത്? വ്യത്യാസം കുറേ ഉണ്ട്. വ്യത്യാസം അത് ഞാൻ ഓരോന്നോരോന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ പിന്നെയാ ഇതിനൊക്കെ കൂലി കിട്ടുന്നത്, മറുപണി വരുന്നത് പിന്നെയാ. ഇപ്പോഴപ്പോഴാ വരമ്പത്താ, കൂലി വരമ്പത്താ. വിഴിഞ്ഞ അങ്ങോട്ട് കഴിഞ്ഞ് ഒരാഴ്ച അല്ലെ 1.5 ആഴ്ച കഴിഞ്ഞില്ല, അതിനു മുമ്പ് മുഴുപ്പിലങ്ങാട് ധർമ്മടം. സത്യം പറഞ്ഞാൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ കയറി ഇരുന്നു എന്നുള്ളത് ശരി. അദ്ദേഹത്തെ വിളിച്ചത് മറ്റാരുമല്ല, പ്രധാനമന്ത്രിയുടെ ആഫീസിൽ നിന്നാണ്. വന്നു, കയറി, കുറച്ച് നേരത്തെ വന്നു പോയി, കയറിയിരുന്നു, ശരിയാ, സമ്മതിച്ചു. പക്ഷെ ഞാൻ നേരത്തെ വരണ്ടായോ? നമ്മൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? വിഴിഞ്ഞം അവിടുത്തെ ചടങ്ങ് നടത്തുന്നതൊക്കെ CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അസ്മാദികളൊക്കെ ചേർന്ന വാസവൻ മുതലായ ആളുകളാണ്. അപ്പൊ ഇവിടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? പ്രധാനമന്ത്രി വരുന്ന ചടങ്ങാണേ, അദ്ദേഹത്തിന്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും, SPG ഒക്കെ നോക്കിക്കോളും. എന്നാലും അദ്ദേഹം വരുമ്പോൾ വിഴിഞ്ഞം നല്ല ഭദ്രമാണോ എന്നുള്ളത് നോക്കണ്ടേ? കാര്യങ്ങളൊക്കെ ഉഷാറാണോ എന്നൊന്ന് പരിശോധിക്കണ്ടേ? അതിനാണ് ഞാനൊരു 1.5 മണിക്കൂർ നേരത്തെ വന്നത്. അതിനെന്താ ഇത്ര വലിയ തെറ്റു പറയാനുള്ളത്? ഞാനല്ലാതെ പിന്നെ ആരാ വരിക? എന്നെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഇപ്പം K. സുരേന്ദ്രന് കയറി ഇരിക്കാൻ പറ്റുമായിരുന്നു? ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ പ്രസിഡന്റ് അല്ലല്ലോ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യക്കേടേ, ഒരു 2, 3, 4 മാസം കൊടുന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വരുന്നത്, അദ്ദേഹത്തിന് അവിടെ കയറി ഇരിക്കാമായിരുന്നു, അവിടെ കയറി ഇന്ന് മുദ്രാവാക്യം വിളിക്കാമായിരുന്നു. അതങ്ങ് പോയി. അത് രാജീവ് ചന്ദ്രശേഖർ അങ്ങ് കൊണ്ടുപോയി. അത് പോട്ടെ.
അപ്പൊ ഞാനവിടെ വന്നിരിക്കണ്ടായോ? ഞാനതൊക്കെ ഒന്ന് നോക്കണ്ടായോ? അത് എൻ്റെ ഒരു ഉത്തരവാദിത്വം അല്ലയോ? പിന്നെ മുദ്രാവാക്യം, ഷെടാ അണികൾ എങ്ങനെ സദസ്സിലിരുന്നുകൊണ്ട് അങ്ങോട്ട് വിളിക്കുകയല്ലേ, വിഴിഞ്ഞം നമ്മുടേതാണ്, വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയാം 5 പൈസയുടെ കാശ് ചെലവ് കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടായിട്ടില്ല. സാധാരണ ഇത്തരം പ്രൊജക്റ്റുകൾക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കൊടുക്കുന്നത് പോലും അതൊരു സംഭാവന പോലെ കൊടുക്കുക, ലോണല്ല. ഇവിടെ മുടിഞ്ഞ പരീക്ഷയ്ക്കുള്ള ലോണാ, അതൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ അണികൾ അവിടെ നിന്നിങ്ങനെ വിളിക്കുകയാണ്, വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം. ഞാൻ കൂടെ വിളിക്കാതിരിക്കാൻ പറ്റൂ? വിളിച്ചില്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട് അമിത്ഷായുടെ അടുത്തും നഡ്ഡയുടെ അടുത്തും ചെല്ലുന്ന എന്തായിരിക്കും? അണികൾ മുദ്രാവാക്യം വിളിച്ചിട്ട് പോലും പ്രസിഡന്റ് വേണ്ട പോലെ റെസ്പോണ്ട് ചെയ്തില്ലെന്നല്ലേ പരാതി ഉണ്ടാവുക? അതുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു പോയതാ. അതിനിപ്പോ എന്നെ എത്ര കുറ്റപ്പെടുത്താൻ എന്തായിരിക്കുന്നത്? പക്ഷെ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെയല്ലയോ രാകേഷിന്റെ കാര്യത്തിലും മുഴുപ്പിലങ്ങാട് ധർമ്മടം നടന്നത്? പക്ഷേ വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖർ കയറിയിരുന്നതും ഇവിടെ നമ്മുടെ രാകേഷ് സഖാവ് അതിൽ പങ്കെടുത്തത് കയറിയിരുന്നു, വേദിയിലിരുന്നു. നമ്മൾ നോക്കുമ്പോൾ കാണുന്ന അദ്ദേഹം ഈ ചടങ്ങൊക്കെ ഇങ്ങനെ ക്യാമറയിൽ പകർത്തുന്നതാ, മൊബൈൽ ഫോണിലെ അത് പകർത്തുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടതാ, കയറിയിരുന്നതാ. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്നേ. അത് ബൂർഷ പാർട്ടി അല്ലയോ, വലതുപക്ഷ പിന്തിരിപ്പൻ പാർട്ടി, ഹിന്ദുത്വ പാർട്ടി, വർഗീയ പാർട്ടി. അതിന്റെ പ്രസിഡന്റിനെ അവിടെ കയറ്റിയിരുത്താമോ? നമ്മുടെ പാർട്ടി വിപ്ലവ പാർട്ടിയാ. ഇപ്പൊ വിപ്ലവമൊക്കെ അല്പം താഴെ വെച്ചിരിക്കുകയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ വിപ്ലവം നടത്തേണ്ട പാർട്ടിയാ. ആ പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഇല്ലാതെ എങ്ങനെയാണ് ഇവിടുത്തെ ടൂറിസം പ്രൊജക്ട് അത് തുടങ്ങുക? എങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും? അതുകൊണ്ടല്ലയോ നമ്മുടെ രാകേഷ് സഖാവിനെ വിളിച്ചവിടെ ഇരുത്തിയത്? ക്ഷണിച്ചിട്ടൊന്നുമില്ല, ക്ഷണമില്ലായിരുന്നുള്ളത് ശരിയാ. പക്ഷേ സഖാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുത്താതിരിക്കാൻ പറ്റുമോ? നാളെ കണ്ണൂർ ജില്ലയിലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളല്ലേ അദ്ദേഹത്തിന്? ഒരു ചിന്ന പരിപാടി, സർക്കാരിന്റെ ഒരു 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 ടൂറിസം പ്രൊജക്ടിന് അത് ഇരുത്താതിരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലോ ഇരുത്തിയത്. നമ്മുടെ രാകേഷ് സഖാവ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വിശദീകരണം എന്തോ, അല്ലെ ഒരു ന്യായീകരണം അദ്ദേഹം കയറി ഇരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നാണം കെട്ട് നശിച്ച് നാറാണക്കല്ല് പിടിച്ചിരിക്കുക നമ്മുടെ BJP എന്നാ. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ ഈ മുഴുപ്പിലങ്ങാട് ധർമ്മടം പരിപാടിയെ വലിച്ചഴിക്കുന്നതാണെന്നാണ് സഖാവ് പറയുന്നത് അദ്ദേഹത്തെ. എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ന്യായീകരണം, വിശദീകരണം രാകേഷ് സഖാവിന്റെ. ഞാനവിടെ മുഖ്യമന്ത്രിയുടെ കൂടെ ചെന്നു, ഇത് അദ്ദേഹം പറഞ്ഞതാണേ, ഞാനവിടെ ചെന്നു. അപ്പോൾ സംഘാടകർ പറഞ്ഞു സഖാവ് കൂടെ കയറി ഇരിക്ക്. ഞാനങ്ങ് ഇരുന്ന് പോയതാ, അല്ലാതെ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം വരുന്നൊരു ചോദ്യം, CPM ജില്ലാ സെക്രട്ടറിയോട് ഇരിക്കാൻ പറയുന്നിടത്തൊക്കെ ഇരിക്കുമോ? അതാണോ രീതി? പൊതുപ്രവർത്തകനാ, മുൻ MP-യാ, എന്നാൽ സഖാവ് ഇങ്ങോട്ട് ഇരുന്നാട്ടെ എന്ന് പറഞ്ഞാല് ഇരിക്കേണ്ടാത്തടത്ത് ഇരിക്കുമോ? ഇത് ഇരിക്കേണ്ടാത്തിടം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിയാ. പക്ഷെ അദ്ദേഹത്തെ അവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല, അദ്ദേഹം അവിടെ ഇരിക്കേണ്ട ആളല്ല. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇരിക്കേണ്ടാത്തിടം തന്നെയാണ്. അവിടെ കയറി ഇരിക്കാമോ? ഈ ന്യായീകരണം എത്രത്തോളം ശരിയാ? പിന്നെ ഈ BJP അങ്ങ് നാണം കെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ അവിടെ രാജീവ് ചന്ദ്രശേഖർ കയറിയിരുന്നതിന്. എന്ത് നാണക്കേടാ, എന്തുവാ അവിടെ നടന്നത്? അത് സത്യം പറഞ്ഞാൽ ഒരു നല്ല ഒരു സർക്കാർ ചടങ്ങായിരുന്നു. ഒരു വിഴിഞ്ഞം പോലൊരു പോർട്ടിന്റെ ഉദ്ഘാടനം, സീ പോർട്ട്, രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിന്, തിരുവനന്തപുരത്തിനൊക്കെ വലിയ പുരോഗതി വികാസം ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അവിടെ മുദ്രാവാക്യ വിളിയുടെ മത്സരം അല്ലയോ നടന്നത്? വടംവലി മത്സരം എന്നൊക്കെ പറഞ്ഞവര് മുദ്രാവാക്യം വിളിക്കുക. ഒരു ഭാഗത്ത് BJP, ഒരു ഭാഗത്ത് CPM, രണ്ടു കൂട്ടരും കൂടെ ആവുന്ന അത്ര ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുക. അത് മുദ്രാവാക്യം എന്താ വിളിക്കുന്നത്? നമ്മുടേതല്ലാത്ത ഒരു കൊച്ചിന്റെ പിതൃസ്ഥാനത്തെ ചൊല്ലിയാണ്. ഇത് ആരാന്റെ കൊച്ചാ? വിഴിഞ്ഞം ഈ ശിശു വേറൊരാളുടെയാണെന്ന്, അതിന്റെ ഉടമസ്ഥൻ, അതിന്റെ പിതാവ്, അതിന്റെ അച്ഛൻ വേറെയാ, അത് നമ്മളാ, അത് ഞമ്മളാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള മുദ്രാവാക്യം വിളി. ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് CPM മാത്രമേ ഉണ്ടായിട്ടുള്ളതിന്റെ അവകാശം പറയുന്നത്. അവിടെ വിഴിഞ്ഞം നമ്മളിൽ ഉദ്ഘാടന ചടങ്ങിൽ ചെന്നിരുന്നപ്പോഴേക്കോ മനസ്സിലാവുന്നത് അത് BJPക്ക് ഒരു പങ്കുണ്ടെന്ന്, BJP അതിന്റെ അച്ഛനും. ആ മുദ്രാവാക്യം വിളിയല്ലയോ നടന്നത്? അവിടെ ഇനി ആര് എന്ത് നാണം കെടാനാ ഇതിനേക്കാൾ കൂടുതൽ ഈ മുദ്രാവാക്യം വിളിയും രാഷ്ട്രീയം പറച്ചിലും? അവിടെ നമ്മുടെ മന്ത്രി വാസവൻ പറഞ്ഞെന്തുവാ, അവർ പാർട്ട്ണർ അദാനി. അദാനി രാജ്യത്തെ തന്നെ സമ്പത്തിന്റെ കാര്യത്തിൽ രണ്ടാമനോ മറ്റോ, ഇപ്പൊ ഇടയ്ക്കൊരു സമയത്തെ ഒന്നാമനായിരുന്നു എന്നാ ഓർമ്മ. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങനെ ഓർത്തിരിക്കുന്നില്ല. അദാനി അവർ പാർട്ട്ണർ. ആര് പറഞ്ഞ്? വാസവൻ. അങ്ങനത്തെ കലാപരിപാടിയാണ് അവിടെ നടന്നത്.
അവിടെ കയറിയെന്നുകൊണ്ട് ആര് നാണം കെടാന്? അല്ലെങ്കിൽ എന്ത് നാണം കേട്, അല്ലെങ്കിൽ എന്ത് പ്രശസ്തി? വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനം അങ്ങനെ അങ്ങ് സ്വാഹിയായി പോയില്ലേ? അതല്ലയോ വാസ്തവത്തിൽ അവിടെ നടന്നത്. രാകേഷ് സഖാവ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇതുപോലുള്ള സർക്കാർ ചടങ്ങുകളിൽ മുൻ MLA-മാരെയും MP-മാരെയും ഒക്കെ പങ്കെടുപ്പിക്കാറുണ്ട്, ക്ഷണിക്കാറുണ്ടെന്ന്. ക്ഷണിച്ച് അവരൊക്കെ വന്ന് പങ്കെടുക്കാറുണ്ടെന്ന്. അവിടെ അടിവരയിടുകയാണേ, ക്ഷണിക്കാറുണ്ടെന്ന്, പങ്കെടുക്കാറല്ല, ക്ഷണിക്കാറുണ്ടെന്ന്. കേരളത്തിൽ ഞാൻ ഇതുവരെ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് കണ്ടിട്ടില്ല അവരുടെ പാർട്ടിയിൽപ്പെടാത്ത ആരെങ്കിലും മുൻ MLA-മാരെയും MP-മാരെയും ഒക്കെ ക്ഷണിച്ചവിടെ കൊണ്ടുവന്ന് ഇരുത്തുക എന്നുള്ളത്. ഇനി അതൊരു വാദത്തിന് വേണ്ടി അങ്ങ് സമ്മതിക്കാം, ക്ഷണിച്ചാൽ പോകാം. ക്ഷണിക്കാതെ ആരെങ്കിലും പോകുമോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ ക്ഷണിക്കുന്നിടം അവിടെ നമുക്ക് പോകേണ്ട കാര്യമുണ്ടെങ്കിൽ പോയാൽ മതിയെന്ന്. ഇനി ക്ഷണിച്ചാൽ തന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകും. അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന് ആരാ പറയുന്നത്? ഞാൻ പറഞ്ഞതല്ല. DTPCയുടെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സെക്രട്ടറിയാ ഒരു ശ്രീനിവാസൻ, അങ്ങനെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കേട്ടത്. അദ്ദേഹം പറഞ്ഞു ഞങ്ങളാരെയും വിളിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചിട്ടില്ല, KK രാഗേഷിനെ വിളിച്ചിട്ടില്ല. എന്നാ വിഴിഞ്ഞത്തോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചതും അദ്ദേഹം സ്റ്റേജിൽ കയറിയിരുന്നതും ആണല്ലോ വലിയ പ്രതിപാദ്യ വിഷയം, ഉപന്യാസ വിഷയം. അദ്ദേഹത്തെ ക്ഷണിച്ചതാ. ആരാ ക്ഷണിച്ചത്? സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ ആഫീസ്. പ്രധാനമന്ത്രിയുടെ ആഫീസിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗുമസ്താവ് ചുമ്മാ കയറി വിളിക്കുകയല്ലോ. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ അവിടെ ഇരിക്കുന്ന ഒരു ക്ലർക്ക് കയറി വിളിക്കുമോ? ഇല്ലല്ലോ. അത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടാ, പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമാ. താൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ തന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കണം. അത് രാജീവ് ചന്ദ്രശേഖറാണ്. ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയായ കാര്യമല്ല, അതൊരു ജനാധിപത്യപരമായ കാര്യമൊന്നുമല്ല. നീ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ജില്ലാ പ്രസിഡന്റിനെയോ സംസ്ഥാന പ്രസിഡന്റിനെയോ വല്ലതും കയറ്റിയിരുത്തേണ്ട കാര്യമുണ്ടോ? നാണക്കേടാ. പണ്ട് മെട്രോയില് അത് സംഭവിച്ചതാ. അന്ന് കുമ്മനം രാജശേഖരനാ പ്രസിഡന്റ്. അതുകൊണ്ട് എന്തുണ്ടായി? വിളിക്കാത്തടത്ത്, അല്ലെങ്കിൽ വിളിക്കാത്തടത്തെന്ന് ഞാൻ പറഞ്ഞില്ല, വിളിക്കേണ്ടാത്തടത്ത് കയറിയിരിക്കുന്നതിന് കുമ്മനടി എന്നൊരു ഭാഷാപ്രയോഗം പോലും ഉണ്ടായി. അതിപ്പോ ചില ഡിക്ഷണറിയിലും ശബ്ദധാരാവിലും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ടെന്നാ പറയുന്നത്. ഞാൻ കണ്ടില്ല കേട്ടോ. കുമ്മനടിക്കുക, കുമ്മനടി, അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ആ രീതിയിൽ അതങ്ങ് വളർന്നു. അത് ശരിയൊന്നുമല്ല. അങ്ങനെ ഇപ്പോ പ്രധാനമന്ത്രി വരുന്നെന്നും പറഞ്ഞ് പ്രധാനമന്ത്രിക്കോ BJP-ക്കോ റോളും ഇല്ലാത്ത ഒരു പരിപാടിക്ക് അതിന്റെ ജില്ലാ പ്രസിഡന്റ് എന്തിനാ വിളിക്കുന്നത്? എന്നാൽ പിന്നെ എല്ലാവരെയും വിളിക്കണം. CPM-ന്റെ അല്ലെങ്കിൽ MP ഗോവിന്ദ മാർക്സിനെ വിളിക്കണം, K. സുധാകരൻ KPC പ്രസിഡന്റ്, ഇവരെയൊക്കെ വിളിക്കണം. അതൊന്നും ഉണ്ടായില്ലല്ലോ. അത് ശരിയായ കാര്യമൊന്നുമല്ല. പക്ഷെ പുള്ളിക്കാരൻ വന്നതും മുദ്രാവാക്യം വിളിച്ചത്, മുദ്രാവാക്യം വിളി അജണ്ടയിലുള്ളതല്ല, പ്രോഗ്രാമിലുള്ളതല്ല. അത് ചിലപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിലൊരു ഇംപ്രവൈസേഷൻ ഒക്കെ വരുത്താൻ പറ്റും ഈ അജണ്ടയിൽ, പ്രോഗ്രാമിൽ. അങ്ങനെ ചെയ്തു പോയതാ. പക്ഷെ വിളിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസാ. അല്ലാതെ DTPC-ക്കാര് വിളിക്കാതെ രാകേഷ് വന്നതുപോലെ വന്നതല്ല നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം വിളിച്ചിട്ട് തന്നെ വന്നതാ. പറയുമ്പോൾ മുഴുവൻ പറയണമല്ലോ. രാജീവ് ചന്ദ്രശേഖർ ഒരു മുൻ MP മാത്രമല്ല, അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയും കൂടി ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഈ KK രാഗേഷ് സഖാവിനേക്കാൾ കുറച്ചുകൂടി ഒരു അധികാരം എന്നാണോ ഉപയോഗിക്കേണ്ട വാക്കെന്നൊരു സംശയമുണ്ട്. എന്താണേലും അദ്ദേഹത്തിന് കുറച്ചുകൂടെ അദ്ദേഹത്തെ ക്ഷണിച്ചതിന് പ്രസക്തി ഉണ്ടെന്ന് വേണമെങ്കിൽ BJP-ക്കാർക്ക് വാദിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാർക്സും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, സുചിന്തിതമായ ഒരു അഭിപ്രായം. അദ്ദേഹത്തിന്റെ ഈ മറുപടി കേട്ടാല് അവിടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഒരു വിപ്ലവ പരിപാടിയാണെന്ന് അങ്ങ് തോന്നിപ്പോവും. അദ്ദേഹം പറഞ്ഞെന്തുവാ, ഇതുപോലുള്ള സർക്കാർ ചടങ്ങുകളിൽ MP-മാരെയും MLA-മാരെയൊക്കെ വിളിക്കുന്ന ഒരു രീതി ഉണ്ടെന്നാണ്. ഉണ്ട്. ഒരു ചടങ്ങ് നടക്കുന്നത് ഏത് മണ്ഡലത്തിലാണോ, അത് ധർമ്മടം മണ്ഡലത്തിലാണെങ്കിൽ, അതിൽ മറ്റൊരു മണ്ഡലത്തിലാണെങ്കിൽ അവിടുത്തെ MLA-യെ വിളിക്കും. അദ്ദേഹത്തെ സാധാരണഗതിയിൽ അധ്യക്ഷനാക്കുകയാണ് പതിവ്. ഒരു മന്ത്രി ഉദ്ഘാടകനായി പങ്കെടുക്കുന്ന ചടങ്ങിൽ സ്ഥല MLA, അത് കോൺഗ്രസ് ആണേലും കമ്മ്യൂണിസ്റ്റ് ആണേലും, അയാളെ അധ്യക്ഷനാക്കുകയാണ് പതിവ്. പക്ഷെ എന്ത് ചെയ്യും? എല്ലാ സർക്കാരും ചെയ്തതാ. വേറൊരു മന്ത്രിയെ കൂടെ അങ്ങ് ക്ഷണിക്കും. അപ്പൊ മന്ത്രി പ്രോട്ടോകോളിൽ മുകളിലാ. അപ്പം ഈ രണ്ടാമത് വിളിച്ച മന്ത്രി കയറി അങ്ങ് അധ്യക്ഷനാവും. അങ്ങനെ നമ്മുടെ MLA-ക്ക് ഒരു അവസരം കിട്ടാതെ പോകലാണ് പതിവ്. പിന്നീട് ഈ സംഭവം നടക്കുന്നത് ഏത് പാർലമെന്റ് മണ്ഡലത്തിലാണോ അവിടുത്തെ ആളിനെയും വിളിക്കും. അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറെ വിളിക്കും, കോർപ്പറേഷൻ കൗൺസിലറാണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കും, പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കും, അല്ലെങ്കിൽ അവരെ വിളിക്കും. അതൊക്കെയാണ് രീതി. അപ്പൊ ഈ KK രാഗേഷ് എങ്ങനെയാ വന്നത്? ഏത് MLA ഏത് MP-യെ വിളിക്കുന്ന ഒരു കോട്ടയിലാണ്? ഏത് MLA ഏത് MP ആരുടെ കോട്ടയിലാണ് അദ്ദേഹം വന്നത്? അതുകൂടൊന്ന് നമ്മുടെ ഗോവിന്ദൻ മാഷ് പറയണ്ടേ? അപ്പൊ ഇനി വിളിക്കും, അത് നിങ്ങളുടെ ഒരു തീരുമാനമാണെന്ന് വിചാരിക്കുക. ഇനി എല്ലാ പരിപാടികളിലും, അതായത്
ഈ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം പ്രമാണിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് വിഴിഞ്ഞത്തെ സംബന്ധിച്ചൊരു പരിപാടി ഉണ്ടല്ലോ. അത് ഈ ഗവൺമെന്റിന്റെ 4ാം വാർഷിക പരിപാടിയാണെന്നാണല്ലോ പറയുന്നത്. അതുപോലെ മറ്റു പലയിടത്തും ഓരോ പരിപാടികൾ നടക്കും. അവിടേക്ക് ഓരോ ജില്ലാ സെക്രട്ടറിയെ വിളിക്കണം, മസ്റ്റായിട്ട് വിളിക്കണം, ക്ഷണിക്കണം. ഇനി ക്ഷണിക്കാതെ വന്നിരിക്കരുത്, നാണം കേടാ. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾ അങ്ങനെ ക്ഷണിക്കുമ്പോൾ, ജില്ലാ സെക്രട്ടറിയെ വിളിക്കുമ്പോൾ നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചതിൽ നിങ്ങൾ കുറെ പുലഭ്യം പറഞ്ഞല്ലോ, അതങ്ങ് പിൻവലിക്കണം, അതങ്ങ് വേണ്ടാന്ന് വെക്കണം. ഈ മുഴപ്പിലങ്ങാട് ധർമ്മടം പരിപാടിക്ക് മറ്റൊരു കൗതുകരമായ വേറൊരു വശമുണ്ട്. ഇവിടെ ആരായിരുന്നു അധ്യക്ഷൻ എന്നറിയാമോ? അത് നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്. അദ്ദേഹമാണതിൽ അധ്യക്ഷത വഹിക്കേണ്ട യാതൊരു സംശയമൊന്നുമില്ല, സമ്മതിച്ചു. പക്ഷെ അദ്ദേഹം വിഴിഞ്ഞത്ത് നടത്തിയ ഒരു നാടകം ഓർമ്മയുണ്ടോ? മന്ത്രിമാരെല്ലാവരും ഇരിക്കുക, അവരുടെ അടുത്തേക്ക് ഈ ചാനലിന്റെ ക്യാമറമാന്മാര് ഈ ക്യാമറയുമായിട്ട് ചെല്ലുക. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ക്യാമറ സ്റ്റേജിലോട്ടൊന്ന് തിരിച്ചു വെച്ചേ, അവിടെ ഒരാൾ ഇരിക്കുന്ന കണ്ടോ? രാജീവ് ചന്ദ്രശേഖർ ഇരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്തൊരു നാണം കേടാ. അദ്ദേഹമാണ് പറഞ്ഞത് ഇത് അല്പത്തരമാണെന്ന്, ഞാനല്ല, നമ്മളാരുമല്ല. ഇത് അല്പത്തരമാണ്, കേരളത്തിലെ ജനങ്ങൾ പൊറുക്കില്ല എന്നാ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ അവിടെ ഇരിക്കുന്നതിന്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചതനുസരിച്ച് പോയതാ, പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ട് പോയതാ, പിന്നെ മുദ്രാവാക്യം വിളിച്ചതാ, അതങ്ങ് ക്ഷമി, ആവശ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ, ഒരു മുദ്രാവാക്യം അങ്ങ് വിളിച്ചുപോയി. അവിടെ ഇരുന്നത് പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടാ. അവിടേക്കൊന്ന് ക്യാമറ തിരിച്ചു വെച്ച് നിങ്ങളൊന്ന് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തേ, നാട്ടുകാരൊന്ന് കാണട്ടെ, നാട്ടുകാരൊന്ന് ലജ്ജിക്കട്ടെ ഇതൊക്കെ കണ്ട് എന്ന് പറഞ്ഞത് ആരാ? നമ്മുടെ മന്ത്രി, ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്. അദ്ദേഹം അധ്യക്ഷത വഹിച്ച ചടങ്ങിലാണ് ഇത്തരത്തിലൊരു കുമ്മനടി നടന്നത്. ഇനി നേരത്തെ രാകേഷ് മുഖ്യമന്ത്രിയുടെ PS ആയിരുന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇവിടെ വരാനുള്ള ഒരു അധികാരമോ അവകാശമോ ഇല്ല. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നേരം ഇതൊരു പാർട്ടി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് എന്താ അവിടെ കാര്യം? ഈ സംഭവം നടക്കുമ്പോൾ ആരാ അധ്യക്ഷൻ? ആരാ വിളിച്ചിരുത്തിയത്? അധ്യക്ഷന്റെ ഉത്തരവാദിത്വം ഇല്ലയോ? അവിടെ ആരൊക്കെയാ പങ്കെടുക്കേണ്ടത് എന്നൊക്കെ ഒന്ന് തീരുമാനിക്കാനല്ലേ പറയുന്നതിന്. അവിടെ കയറിയിരുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രി അടുത്ത് തന്നെ ഇരുന്നെന്നാണ് ഒരു ചിത്രം കണ്ടതിൽ നിന്ന് എൻ്റെ ഒരു ഓർമ്മ. മന്ത്രി അടുത്ത് തന്നെ ഇരിക്കുക. പിന്നെന്തിനാ അദ്ദേഹം ഈ വിഴിഞ്ഞത്ത് ക്യാമറ അങ്ങോട്ടൊന്ന് തിരിച്ചു വെക്കാൻ പറഞ്ഞത്? ഭയങ്കര നാണക്കേടാണ്, കേരളത്തിന് മുഴുവൻ നാണക്കേടാന്ന് പറഞ്ഞത്. ഓരോന്ന് സംഭവിക്കുന്നതേ പറഞ്ഞില്ലേ. പണ്ടൊക്കെ പിന്നെ ഇപ്പൊ വരമ്പത്ത് തന്നെ ഒരാഴ്ച കഴിഞ്ഞില്ലേ, 1.5 ആഴ്ച കഴിഞ്ഞില്ലേ, അതിനു മുമ്പ് കേരളത്തിന് മുമ്പില് മറ്റൊരു കുമ്മനടി, ഒരു ഗംഭീര കുമ്മനടി എന്ന് തന്നെ പറയണം. സംഗതി ഇത്രയൊക്കെ ഉള്ളന്നേ. രാജീവ് ചന്ദ്രശേഖർ ഇരുന്നാൽ, BJP-കാരൻ കയറിയിരുന്നാല് അത് ഒരു കടന്നുകയറ്റം, ജനാധിപത്യ വിരുദ്ധം, നാണംകേട്, അല്പത്തരം. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഇരുന്നാലോ നല്ല ബെസ്റ്റ് ഏർപ്പാട്, നല്ല സ്വയംഭൻ പരിപാടി, ഒരു കുഴപ്പമില്ല. ചില രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാമല്ലോ, ഇതൊക്കെ ഞങ്ങൾ ഇട്ടാല് വെറും വള്ളി നിക്കർ, നിങ്ങൾ ഇട്ടാല് ബർമുട എന്ന് പറഞ്ഞ പോലാണ്. രാജീവ് ചന്ദ്രശേഖറാണെങ്കിൽ ഞങ്ങള് വെച്ചേക്കില്ല, ഞങ്ങൾ വിമർശിച്ചു കൊല്ലും. പക്ഷെ ഞങ്ങളുടെ പാർട്ടി സഖാവ് ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിന് പിന്നിൽ ഒരു സത്യം എന്ന് പറയുന്നത്, നമ്മുടെ വിഴിഞ്ഞത്ത് കൊടുത്താൽ മുഴപ്പിലങ്ങാട് ധർമ്മടത്താണേലും തിരിച്ചു കിട്ടും, അത്രയേ ഉള്ളൂ. അത് രാഷ്ട്രീയക്കാരാണേലും ആരാണെങ്കിലും.